നിങ്ങൾക്കറിയുന്ന പോലെ സംസ്ഥാനത്ത് നടന്ന ഏതാണ്ട് 1000 കോടിയോളം തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1000 കോടിയിലധികം രൂപ ഈ തട്ടിപ്പുകാരൻ സമാഹരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പിലെ ഞെട്ടിക്കുന്ന വിവരമാണ് ഞാൻ പറഞ്ഞത്. ഈ പ്രതിയായ അനന്തുകൃഷ്ണൻ കേരളത്തിലുടനീളം തട്ടിപ്പ് നടത്താൻ കോപ്പുകൂട്ടി. പ്രതിയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 3.25 കോടി രൂപ, അതായത് 3,25,00,000 രൂപ ഇപ്പോൾ മരവിപ്പിച്ച് ഫ്രീസ് ചെയ്തു. കണ്ണൂർ ജില്ലയിൽ മാത്രം 2000-ലേറെ വനിതകൾ പോലീസിൽ ഇപ്പോൾ പരാതി കൊടുത്തു കഴിഞ്ഞു. ഇത്രയധികം വ്യാപകമായി തട്ടിക്കാൻ ഇയാൾക്ക് ഇത്രകാലവും എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് ചോദ്യം ബാക്കിയാകുന്നു. കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാറും കണ്ണൂരിൽ നിന്ന് സജോ ദേവസിയും തട്ടിപ്പിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ശ്യാമിലേക്ക്. ശ്യാം, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഇയാളൊരു ചെറിയ മനുഷ്യനല്ലേ, ഒരു വലിയ മീൻ തന്നെയാണല്ലോ, പറയൂ. SKN കേരളത്തിൽ നടന്ന തട്ടിപ്പുകളിൽ സംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നാണ് ഈ അനന്തുകൃഷ്ണൻ നടത്തിയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് പുറത്തു വരുന്നത്. ഇന്നലെ ഒറ്റ അക്കൗണ്ടിൽ നിന്ന് മാത്രം 350 കോടിയുടെ ഇടപാടുകളാണ് പോലീസ് കണ്ടെത്തിയത്. മറ്റൊരു അക്കൗണ്ടിലാണ് 3.25 കോടി രൂപ കണ്ടെത്തുകയും പോലീസ് അത് മരവിപ്പിക്കുകയും ചെയ്തത്. നിരവധി അക്കൗണ്ടുകളിലൂടെയാണ് ഇയാൾ ഇടപാടുകൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ തന്നെ ഈയാട്ടുമുക്കിലുള്ള ഒരു ബാങ്കിലാണ് ഇയാൾ തട്ടിപ്പ് പണം മൊത്തം സൂക്ഷിച്ചിരുന്ന അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നത് എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും രാഷ്ട്രീയ നേതാക്കൾക്കടക്കം വലിയ പങ്കുള്ള തട്ടിപ്പ് എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തുന്നത്. അതിൽ അബദ്ധത്തിൽ ഇയാളെ സഹായിച്ചവരും തട്ടിപ്പാണ് എന്ന് അറിഞ്ഞ് സഹായിച്ചവരെയും വേർതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പട്ടിക തന്നെ അടുത്ത ദിവസം ഉണ്ടാകുമെന്നും പോലീസ് പറയുന്നുണ്ട്. നാളെ ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനായിട്ട് മൂവാറ്റുപുഴ കോടതിയിൽ പോലീസ് അപേക്ഷ നൽകുന്നുണ്ട്. പറവൂരിൽ മാത്രം 1000 പരാതികളാണ് ഇന്നലെ രജിസ്റ്റർ ചെയ്തത്. അതിൽ കൂടുതൽ പരാതികൾ ഇന്ന് വരാനുള്ള സാധ്യതയുമുണ്ട്. നിലവിൽ പോലീസ് നൽകുന്ന കണക്ക് പ്രകാരം ആലപ്പുഴ ജില്ലയിൽ നിന്നും മാത്രം 15 കോടി രൂപ വാങ്ങിയതിൻ്റെ രേഖകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കേസിലൊരു യുവതിയാണ് പോലീസ് വരുന്നതിന് മുൻപ് ഇയാളുടെ ഓഫീസിലുണ്ടായിരുന്ന രേഖകൾ ചാക്കിലാക്കി കൊണ്ടുപോയത് എന്നതും പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. അവരെ ഉൾപ്പെടെ പോലീസ് വിളിച്ചു വരുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഓരോ ദിവസം കഴിയുന്തോറും തട്ടിപ്പിൻ്റെ വലിപ്പം കൂടി വരികയാണ് SKN. ഈ ശ്യാം, ഈ തൊടുപുഴയിലുള്ള ഈ അനന്തുകൃഷ്ണൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഇങ്ങനൊരു സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഇയാൾ നേരത്തെ ഏർപ്പെട്ടിട്ടുണ്ടോ? ഒരു വോൺ ക്രിമിനലായിട്ടായിരുന്നു ഇയാളുടെ ഓപ്പറേഷൻ, അതോ സമീപകാല തട്ടിപ്പ് വിവരണമായിട്ടായിരുന്നു ഇയാൾ അവതരിച്ചത്? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? SKN ഒരു സംശയവും വേണ്ട. കാരണം ഇയാൾ ഇതൊരു വലിയ അവസരമായി കണ്ട് തട്ടിപ്പുകൾ നടത്തുകയായിരുന്നു. കാരണം ഓരോ സ്ഥലത്തും ഓരോ സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ടാണ് തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്നത്. തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയ പണം ഉപയോഗിച്ച് ഇടുക്കിയിലും കർണാടകത്തിലും ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിയതിൻ്റെ രേഖകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്ഥലമെല്ലാം ബഡ്സ് ആക്ട് ഉപയോഗിച്ച് തിരിച്ചു പിടിക്കാനാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ ശ്രമം. അതുമാത്രം ഏകദേശം 200 കോടി രൂപയിലേറെ വരും എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. ഇയാളൊരു ചെറിയ തട്ടിപ്പുകാരനല്ല. എല്ലാ ആളുകളുമായിട്ടും വലിയ ബന്ധം സ്ഥാപിക്കുകയും അവരെയൊക്കെ തട്ടിപ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു തട്ടിപ്പ് വീരൻ തന്നെയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ ഇരുന്നപ്പോൾ പോലും അയാൾ അയച്ച ശബ്ദ സന്ദേശം, കൂടുതൽ പരാതികൾ നൽകിയാൽ നിങ്ങളുടെ പണം കിട്ടില്ല, ഞാൻ പുറത്തിറങ്ങിയാൽ മാത്രമേ നിങ്ങളുടെ പണം കിട്ടൂ എന്നുള്ളതാണ്. അതായത് 1000 കോടി രൂപയിലേറെ തട്ടിച്ചുവെങ്കിലും ജയിലിൽ നിന്നും പുറത്തു വന്നാൽ ബാക്കി പണം ഉപയോഗിച്ച് ജീവിക്കാമെന്നുള്ള രീതിയിലാണ് അയാൾ ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതെന്നാണ് പോലീസുകാർ തന്നെ പറയുന്നത്. SKN. ഓക്കെ, കണ്ണൂരിലും വ്യാപകമായ തട്ടിപ്പ് നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കണ്ണൂർ ജില്ലയിൽ മാത്രം 2000-ലേറെ സ്ത്രീകൾ ഇപ്പോൾ പോലീസിന് ഈ തട്ടിപ്പിനെ കുറിച്ച് പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിക്ടിംസ് 2000-ലധികം വരുമെന്ന് പറഞ്ഞാൽ ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാകും. സജോ ദേവസിയെ കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കഴിയും. സജോ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ സജോ. ഗുഡ് മോർണിംഗ്. SKN കണ്ണൂരിൽ മാത്രം 2000-ഓളം വനിതകളാണ് ഇതുവരെ പരാതി നൽകിയത്. ഇന്നലെ നമ്മൾ കണ്ണൂർ ജില്ലയിലെ മൈൽസ് പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ അവിടെ മാത്രം 350 വനിതകളാണ് പരാതിക്കാരായി ഉണ്ടായിരുന്നത്. കണ്ണൂർ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകൾ, അതായത് കണ്ണൂർ, വളപട്ടണം, മയ്യിൽ, തളിപ്പറമ്പ്, പയ്യന്നൂർ എന്നിങ്ങനെ വിവിധ സ്റ്റേഷനുകളിലായാണ് ഇതിനകം പരാതി എത്തിയിരിക്കുന്നത്. അതായത് ഒരു സന്നദ്ധ സംഘടന എന്ന നിലയ്ക്ക് ആദ്യം രൂപീകരിക്കുന്നു, സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മ ഉണ്ടാക്കുന്നു, പിന്നീട് പ്രാദേശിക തലത്തിൽ അതായത് ബ്ലോക്ക് തലം വരെ സൊസൈറ്റികൾ ഉണ്ടാക്കുന്നു, അങ്ങനെ പ്രാദേശികമായി കോർഡിനേറ്റർമാരെ കണ്ടെത്തുന്നു, ആളുകളിലേക്ക് എത്തുന്നു. ആദ്യം ഇവർ ചെയ്തത് തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ് അങ്ങനെയുള്ള വീട്ടുപകരണങ്ങളോ അല്ലെങ്കിൽ ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ അങ്ങനത്തെ ഉപകരണങ്ങളൊക്കെ പകുതി വിലയ്ക്ക് പലയിടങ്ങളിലും പ്രാദേശികമായി നൽകി അങ്ങനെയാണ് വിശ്വാസം എടുത്തത്. ആളുകളുടെ വിശ്വാസം പിടിച്ചു പറ്റുന്നു. പിന്നീടാണ് ഇപ്പോൾ ഈ സ്കൂട്ടറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഈ 2000-ഓളം കണ്ണൂർ ജില്ലയിലെ പരാതി വന്നിരിക്കുന്ന 2000-ഓളം വനിതകളും
60,000 രൂപയിലധികം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് 1,4 ലക്ഷം, 1,20, 1,30 അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ 60,000 രൂപ നൽകിയിട്ടുണ്ട്. അതിൽ പലരും ലോണൊക്കെ എടുത്താണ് 60,000 രൂപ നൽകിയിരിക്കുന്നത്. പകുതി വിലയ്ക്ക് കിട്ടുമല്ലോ സ്കൂട്ടർ എന്ന് പ്രത്യാശിച്ചാണ്. അങ്ങനെ മാത്രം കളക്ട് ചെയ്തത് 15 കോടി എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം. അതായത് കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രം. അനന്തു കൃഷ്ണൻ, തൊടുപുഴ സ്വദേശിയായ അനന്തു കൃഷ്ണനാണ് ഇതിനെല്ലാം നേതൃത്വം നൽകിയത്. അതിൽ ആദ്യം ഒരു NGO എന്ന പേരിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നു. പിന്നീടാണ് പ്രാദേശിക തലങ്ങളിൽ വിവിധ ജില്ലകളിൽ ബ്ലോക്ക് തലം വരെ കോർഡിനേറ്റർമാരെ കണ്ടെത്തി മണി ചെയിൻ മാതൃകയൊക്കെ ഇതിനിടയ്ക്ക് സമാന്തരമായി ചെയ്തു നമ്മൾ മനസ്സിലാക്കുന്നു. ഒരു അംഗത്വ ഫീസ്, അങ്ങനെ പണം പിരിക്കുന്നു. മറ്റു പല രൂപത്തിലും പണം പിരിച്ചു. പിന്നീടാണ് ഈ സഹായം CSR ഫണ്ട്, വൻകിട കമ്പനികളുടെ CSR ഫണ്ട് ഈ സന്നദ്ധ സംഘടനയിലേക്ക് കിട്ടും. അങ്ങനെ വരുമ്പോഴാണ് ഈ സഹായം ലഭ്യമാക്കാൻ കഴിയുന്നത് എന്നാണ് ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേര്, സർക്കാരിൻ്റെ പല പദ്ധതികളുടെയും പേരുകളൊക്കെ ദുരുപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇവർ എന്നതാണ്. അങ്ങനെ അനന്തു കൃഷ്ണൻ വലിയ തട്ടിപ്പിൻ്റെ വലിയ ശൃംഖലയാണ് സംസ്ഥാനത്തുടനീളം സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. 62 സൊസൈറ്റികൾ സംസ്ഥാനത്തെമ്പാടും രൂപീകരിച്ചു. കണ്ണൂരിൽ മാത്രം 15ഓളം സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ചതായി നമ്മൾ മനസ്സിലാക്കുന്നു. ഇരിക്കൂറിൽ ഒരു സീഡ് സൊസൈറ്റി, തളിപ്പറമ്പിൽ മറ്റൊന്ന്, അങ്ങനെ വിവിധ ഇടങ്ങളിൽ സീഡ് സൊസൈറ്റി എന്ന നിലയ്ക്ക് സൊസൈറ്റികൾ ഉണ്ടാക്കുന്നു. അവിടെയെല്ലാം പ്രാദേശിക തലത്തിൽ വിശ്വാസം ആർജിക്കാൻ കഴിയുന്ന ആളുകളെ കൊണ്ട് ആദ്യഘട്ടത്തിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. ആദ്യഘട്ടത്തിൽ പലർക്കും ഇവ ലഭ്യമാവുകയും ചെയ്തു. അങ്ങനെ കിട്ടിയത് കണ്ട് വിശ്വസിച്ചാണ് സ്ത്രീകളൊക്കെ വ്യാപകമായി പണം നിക്ഷേപിച്ചത്. അനന്തു കൃഷ്ണന്റെ ഒരു അക്കൗണ്ടിൽ മാത്രം, ഇപ്പോൾ അയാൾ റിമാൻഡിലാണ്, ഒരു അക്കൗണ്ടിൽ മാത്രം 400 കോടി എത്തി എന്നത് കാണണം. ആകെ ഇതിപ്പോൾ ക്രൈംബ്രാഞ്ച് ഇനിയിപ്പോൾ അത് ഏകോപിതമായ ഒരു അന്വേഷണമായി മാത്രമേ നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. അതാണ് പലപ്പോഴും പോലീസുകാർ തന്നെ പറഞ്ഞത്. ഒരു സ്റ്റേഷനിൽ ഒരു വർഷം 800 കേസ് മാത്രം FIR രജിസ്റ്റർ ചെയ്യുന്നിടത്ത് ഒരു ദിവസം 350, 400, 500 പരാതി. അപ്പോൾ ആ പരാതിയുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ആളുകളിൽ നിന്ന് ഈ രീതിയിൽ 60,000 രൂപ മുതൽ പല തുകകൾ പല ഘട്ടങ്ങളിലായി സമാഹരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇതൊരു 1000 കോടിയിലധികം. സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ്. അങ്ങനെ ഇപ്പോൾ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ അല്പസമയം മുൻപ് ഞാൻ പോയിരുന്നു. അവിടെയും സമാനമായി വലിയ തോതിൽ ആളുകൾ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ അതെല്ലാം ഏകീകൃത സ്വഭാവത്തോടു കൂടി ക്രൈംബ്രാഞ്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്പെഷ്യൽ വിങ്ങോ എന്ന നിലയ്ക്ക് അന്വേഷണം ഉണ്ടാകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അത്രയധികം പരാതികളുണ്ട്, അത്രയധികം മിക്കവാറും ഇതെല്ലാം വിവിധ അക്കൗണ്ടുകൾ ഉണ്ട്. അവയെല്ലാം അനന്തു കൃഷ്ണന്റെ നിയന്ത്രണത്തിലോ അല്ലെങ്കിൽ ആ വിവിധ സന്നദ്ധ സംഘടനകൾ എന്ന പേരിൽ രൂപീകരിച്ച കടലാസ് കമ്പനികളുടെയോ സംഘടനകളുടെയോ കൂട്ടായ്മകളുടെയോ പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് ഈ പണമെല്ലാം സമാഹരിച്ചിരിക്കുന്നത്. ഏതായാലും വലിയൊരു തട്ടിപ്പ് കണ്ണൂരിൽ മാത്രം ഈ സ്കൂട്ടറിന്റെ കാര്യത്തിൽ മാത്രം 15 കോടിയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഓക്കെ, താങ്ക് യു. സജു ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്. കേരളം കണ്ട ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണ് നമുക്ക് മനസ്സിലാകുന്നു. ലിനു പറഞ്ഞ SK 1000 പരാതികളല്ല വരാനുള്ളത്, ഇനി അതിൽ കൂടുതലുണ്ട്. ഞങ്ങൾ ഫോം ചെയ്ത ഒരു ഗ്രൂപ്പിൽ തന്നെ 1000-ലധികം അപേക്ഷകരുണ്ട് എന്നാണ് പറയുന്നത്. പരാതിക്കാരാണ് അവർ, ആരും ഇതുവരെ പരാതി കൊടുത്തവരല്ല. അപ്പോൾ 1000 പരാതി കൂടി വരുമ്പോൾ എത്ര കോടിയുടെ തട്ടിപ്പാകും ഇതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ മറ്റൊരു കാര്യം, മല്ലു പോൾ ചോദിക്കും, ഇത്രയും പൊട്ടന്മാരാണോ നമ്മുടെ ആളുകൾ? എന്തെങ്കിലും പകുതി വിലയ്ക്ക് കിട്ടുമ്പം ചാടി പുറപ്പെട്ട് ലോൺ വരെ വാങ്ങിച്ച് പൈസ കൊടുക്കാൻ തീരുമാനിക്കുക. നാസി നിസാർ പറയുന്നത്, ഇത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആളുകളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്നത്? നമുക്ക് ആനുകൂല്യങ്ങളോ കിട്ടുക അല്ലെങ്കിൽ ചുമ്മാതെ കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചാടി വീഴും. ഇല്ലാത്ത പണം സ്വർണ്ണം പണയം വെച്ചും ലോണെടുത്തും ഒക്കെ കൊടുത്ത് സ്കൂട്ടർ വാങ്ങാൻ നടത്തിയ ശ്രമമാണ് ഇപ്പോൾ ഇത്രയധികം കോടി രൂപയുടെ തട്ടിപ്പിന് ചെന്ന് അവസാനിച്ചത്. എന്തായാലും ഈ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ പിടിക്കപ്പെട്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഈ തട്ടിച്ച കോടിയുമായി അയാൾ വിദേശ രാജ്യത്തേക്കെങ്ങനെ കടന്നിരുന്നെങ്കിൽ അവിടെ സുഖമായിട്ട് വാണേനെ, ഇവിടെ പൈസ കൊടുത്തവരുടെ ജീവിതം കട്ടപ്പുകയായേനെ. എന്തായാലും ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് നമ്മുടെ പ്രതിനിധികൾ കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്. വരുന്ന മണിക്കൂറിൽ പ്രേക്ഷകരുമായി നമുക്ക് കൂടുതൽ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ കഴിയും. കാര്യം ഈ തട്ടിപ്പിന് വലിയ വില കൊടുക്കേണ്ടി വരുന്ന നേതാക്കന്മാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വാർത്തയാണ് വരുന്നത്. ചിലർ അറിയാതെ പോയി പെട്ടുപോയി, ചിലർ അറിഞ്ഞു പെട്ടുപോയി. എങ്ങനെ പെട്ടാലും പെട്ടത് തന്നെയാണ്. അതിനെക്കുറിച്ചും നമ്മൾ അന്വേഷിക്കുന്നുണ്ട്.